സറുവോ? അതാരാ? അറിയില്ല, പക്ഷെ ഒരു സുന്ദരി കൊച്ചാണ്. പലവട്ടം അവളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്, കൂടെ ഒരു ചെറുപ്പക്കാരനെയും. ഇരുവരുമായി എനിക്ക് എന്തോ ആത്മബന്ധമുള്ള പോലെ തോന്നുക. ആരായിരിക്കും അവർ? അവനേക്കാൾ കൂടുതൽ അവളാണ് എൻ്റെ മനസ്സ് പിടിച്ചു കുലുക്കിയത്. അവൾ എൻ്റെ ആരോ ആണ്. അവൾ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇടയ്ക്കെല്ലാം സ്വപ്നത്തിൽ വന്നെന്നെ വിളിക്കും. നിനക്ക് ഈ സെറുവിൻ്റെ അടുത്തേക്ക് വരാനായിട്ടില്ലേ? നമ്മളെ കാണാനും നമ്മുടെ കുറുമ്പ് കാണാനും ഒത്തിരി പേര് കാത്തിരിക്കുന്നുണ്ടെന്നത്രേ എന്നൊക്കെ പറഞ്ഞ് അവസാനം പെട്ടെന്ന് വരണേ, ഞാൻ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞ് അവൾ മാഞ്ഞു പോകും. ശരിക്കും ആരാടിയത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇലു പറഞ്ഞു നിർത്തിയത് കേൾക്കി രണ്ടും കിളി മാറി ഇലുവിനെ നോക്കി. എന്നിട്ട് ഇന്ന് നീ എന്താ സ്വപ്നം കണ്ടേ? സന ഇലുവിനെ കണ്ണുരുട്ടി നോക്കി. അവളെ ചേർത്ത് പിടിച്ച ചെറുപ്പക്കാരൻ അവളോട് സ്നേഹത്തോടെ സംസാരിക്കുന്നത്. അതിനാണോ നീ നിലവിളിച്ചേ? അത് പിന്നെ സെറോ ആണെന്ന് കണ്ടതും ഞാനന്ന് ഞെട്ടി, അതാ. അല്ല, ഈ സെറോ എന്നുള്ള പേര് ഇതിനു മുൻപ് നീ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇത് ചോദിച്ചത് കേൾക്കെ ഇലു കാര്യമായി ആലോചിക്കാൻ തുടങ്ങി. അത് പിന്നെ ഫറു എന്നെ സെറോ എന്ന് വിളിച്ചിരുന്നു. ഏത്, നമ്മളെ ഫറുക്കയോ? ഇലു പറഞ്ഞതിന് ഞെട്ടലോടെ ചോദിച്ച ഫിദയെ ഇല കണ്ണുരുട്ടി നോക്കി പഠിപ്പിച്ചു. നമ്മളെയല്ല, നിങ്ങളെ. ആ കോപ്പിനെ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇലു ദേഷ്യത്തോടെ മുഖം തിരിച്ചതും സന അവൾക്കടുത്തേക്ക് നീങ്ങിയിരുന്നു. ഇലു, നിന്റെ മുമ്പിൽ ഇപ്പോൾ രണ്ട് പ്രശ്നം ഞാൻ കാണുന്നുണ്ട്. ഒന്ന്, സത്താർ കോളേജിന്റെ ഐഡിയിൽ വന്ന പോസ്റ്റ്. രണ്ട്, ഈ സെറോ ആരെന്നോ എവിടെ ഉള്ളതാണെന്നോ ഒന്നും തന്നെ നിനക്കറിയില്ല. സോ അത് വിട്. എന്റെ ബലമായ സംശയം നിന്റെയും നൂർ സാറിന്റെയും ഫോട്ടോ പോസ്റ്റ് ചെയ്ത് ഫറൂഖ് ആയിരിക്കുമെന്നാണ്. ആയിരിക്കുമെന്നല്ല, ആണ്. അവനല്ലാതെ എന്നോട് ദേഷ്യവും വൈരാഗ്യവുമുള്ള ഒരു പൂച്ചക്കുഞ്ഞു പോലും ആ കോളേജിലില്ല. എന്തായാലും ഫറവിനുള്ള പണി ഇലു ഒരുക്കുന്നുണ്ട്. ഇലു പുച്ഛത്തോടെ പുഞ്ചിരിച്ചതും ഫിദ അവളെ ഒന്ന് തോണ്ടി. നിന്നെ ഫറൂഖ സെറു എന്ന് വിളിച്ചെന്നല്ല നീ പറഞ്ഞേ? അപ്പോൾ സെറുവിനെ ഫറൂഖ അറിയുമായിരിക്കും. നീയും സെറുവും കാണാൻ ഒരുപോലെ ആയിട്ടാവും ഫറൂഖ നിന്നെ സെറു എന്ന് വിളിച്ചത്. ഒന്ന് പോയേടി. എന്നെ പോലെ ഒന്നും അല്ല സെറു. അവളെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അതുമല്ല, അവളൊരു ചെറിയ മോളാണ്. കണ്ടാൽ ഒരു 10-13 വയസ്സേ അവൾക്കുള്ളൂ. അതുമല്ല, എൻ്റെ പേര് സെറ എന്നാ. അപ്പോൾ പലരും സെറു എന്ന് വിളിക്കാറുണ്ട്. എൻ്റെ ഡോക്ടർ മാമൻ സെറുമോളെ എന്നാണല്ലോ എന്നെ വിളിക്കല്. ഡോക്ടർ മാമനോ? അതാരാ? അത് ഉപ്പാടെ ഫ്രണ്ടാണ്. ഇല്ലൊന്ന് ഇളിച്ചു കാട്ടി ബാൽക്കണിയിലേക്ക് നടന്നു. ഫോണെടുത്ത് ഗാലറിയിലുള്ള തൻ്റെയും ഡോക്ടർ മാമൻ്റെയും സെൽഫി അവൾ നോക്കി. നിങ്ങളെ അന്വേഷിച്ചാണ് ഈ നാട്ടിലേക്ക് ഇലു വന്നത്. ഏത് ഹോസ്പിറ്റലിൽ ചെന്ന് നിങ്ങളെ അന്വേഷിക്കണമെന്നറിയില്ല. പക്ഷെ ഞാൻ നിങ്ങളെ കണ്ടെത്തിയിരിക്കും. നിങ്ങൾ എന്നിൽ നിന്ന് എന്തോ മറച്ചു പിടിക്കുന്നുണ്ട്. അതെന്തെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും മാമ. ഇലു ആ ഫോട്ടോയിലേക്ക് എത്രയെന്നില്ലാതെ നോക്കി നിന്നു. സത്താർ കോളേജിൽ നിന്ന് നൂറ് നേരെ പോയത് സെറുവിനെ മറമാടിയ ആ ഖബർസ്ഥാനിലേക്കായിരുന്നു. പെണ്ണെ, ഞാനില്ലാതെ നിനക്ക് ബോറടിച്ചു പോകും. ഹസിപ്പാടെ അടുത്ത് പോയതും കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന പട്ടം കിട്ടി. ഇനി മുതൽ എന്നും കോളേജിൽ പോകണം. അതുകൊണ്ട് ഇനി മുതൽ ഞാൻ ബിസി ആയിരിക്കും. അപ്പോൾ നിന്നോട് മിണ്ടാനും പറയാനും ഒക്കെ ആരാ ഉണ്ടാവുക? നിനക്കൊരു പക്ഷേ ഇപ്പോൾ സന്തോഷമായി കാണല്ലേ? അത്രയും സമയം ഞാൻ നിന്നെ ഓർത്ത് വേദനിക്കാതിരിക്കുകയല്ലോ എന്നോർത്ത്. പക്ഷെ ഓരോ നിമിഷവും എൻ്റെ ഓരോ ശ്വാസത്തിലും നീ ജീവിക്കുന്നുണ്ട് പെണ്ണെ. എൻ്റെ മരണം കൊണ്ടല്ലാതെ നിന്നെ എന്നിൽ നിന്ന് ആർക്കും അടർത്തി മാറ്റാൻ പറ്റില്ല പെണ്ണെ. പിന്നെ നിനക്ക് കേൾക്കണ പെണ്ണെ, നിന്റെ അതേ പേരുള്ള ഒരു പെൺകുട്ടി എൻ്റെ ക്ലാസ്സിലുണ്ട്. നിന്നെപ്പോലെയേ അല്ല, അഹങ്കാരം തലക്ക് പിടിച്ച പെണ്ണ അവൾ. നിന്റെ അത്ര ഭംഗിയോ ഒന്നും തന്നെ അവൾക്കില്ല എന്ന് തുടങ്ങി ഇന്ന് തൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ അവൻ ആ മൈലാഞ്ചി ചെടിക്ക് അരികിലിരുന്ന് പറയുമ്പോഴും അവൻ്റെ വായിൽ നിന്ന് എത്രയെന്നില്ലാത്ത ഇലുവിൻ്റെ പേര് കൊഴിഞ്ഞു വീണു. അവൻ അവളെ ഓർത്ത് ദേഷ്യത്തോടെ സെറുവിനോട് ഓരോന്ന് പറഞ്ഞു കൊണ്ടിരുന്നു. സെറുവിനടുത്ത് ഒരുപാട് സമയം ചിലവിട്ട ശേഷം വീട്ടിലേക്ക് വന്ന നൂറ് വീടിന് മുമ്പിൽ നിർത്തിയിട്ട 3 കാറുകൾ കണ്ട് ഒന്ന് നിശ്വസിച്ച് അകത്തേക്ക് കയറി. ഡോറിനടുത്ത് എത്തിയപ്പോഴേക്കും തന്നെ തട്ടിയിട്ട് മുറ്റത്തേക്ക് ഓടിയ കുട്ടിപ്പട്ടാളങ്ങളെ കാണാൻ അവന് ദേഷ്യം വന്നു. എങ്കിലും ചുണ്ടിൽ ചെറു പുഞ്ചിരി വിരിച്ചവൻ അകത്തേക്ക് കയറി. ആരിത്, നൂറുമോനോ? നൂറിൻ്റെ വലിയ മാമിയായ സുബൈദ ചോദിച്ചത് കേൾക്കി അവൻ അവർക്ക് നിറപുഞ്ചിരിയേകി. സുബുമാമി എപ്പോൾ വന്നു? സുബുമാമി മാത്രമല്ല, ആബിമാമിയും റസിമാമിയും ഉണ്ട് ഇവിടെ. ആബിദയും റസിയും അങ്ങോട്ടേക്ക് വന്നതും നൂർ അവരെ നോക്കി പുഞ്ചിരിച്ചു. അപ്പോൾ പിന്നെ എൻ്റെ ആവശ്യമേ ഉണ്ടാവുമല്ലോ. ഒരു ചിരിയോടെ ചോദിച്ചവനെ കാണാൻ വയസ്സായ ഒരു ഉമ്മ വന്ന് അവനെ കെട്ടിപ്പിടിച്ചു. ആരിത്, നൂറിൻ്റെ ആവശ്യമോ? ദുബായിൽ ജീവിച്ചു ആളാകെ തടിച്ചു പോയല്ലോ. നൂറ് തൻ്റെ താടിയിൽ പിടിച്ച് കളിയാക്കി പറഞ്ഞതും ആയിഷ അവൻ്റെ കൈയിനിട്ടൊന്ന് കൊട്ടി. അല്ല, നിങ്ങളുടെ മരുമക്കളൊന്നും വന്നില്ലേ? നൂറ് ചോദിച്ചത് കേൾക്കെ ആയിഷയൊന്ന് മോളി. അപ്പോൾ ദുബായിലെ ബിസിനസ്സൊക്കെ ആര് നോക്കും? പപ്പ ദുബായ് വിട്ട് നാട്ടിൽ സെറ്റിൽഡായത് പപ്പയുടെ പെങ്ങന്മാരും അളിയന്മാരും കമ്പനി നോക്കുമെന്ന വിശ്വാസത്തിലാണ്. ഇതിപ്പോൾ എല്ലാവരും ഒരുമിച്ച് നാട്ടിലേക്ക് വന്നാൽ കമ്പനി ആര് നോക്കും? കമ്പനി നോക്കാനൊക്കെ താൽക്കാലികമായി ഞങ്ങൾ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഒരു പിടികിട്ടാപ്പുള്ളിയുടെ കല്യാണം നടത്താൻ വന്നതാ.
ആ കല്യാണം ഒരു മാസത്തിനുള്ളിൽ നടത്തിയിട്ട് ഞങ്ങൾ തിരിച്ച് ദുബായിലേക്ക് പോകും. തൻ്റെ കല്യാണക്കാര്യമാണ് അവരെടുത്തു പറയുന്നതെന്ന് കാണെ നൂർ ആഞ്ഞൊന്ന് ശ്വാസം വലിച്ചു വിട്ടു. മമ്മ, സജിൻ്റെ കയ്യിൽ റൂമിലേക്ക് ഒരു കോഫി കൊടുത്തയക്കേ. അതും പറഞ്ഞ് സ്റ്റെയർ കയറി റൂമിലേക്ക് കയറിയ നൂർ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു. ആകെ അലങ്കോലമായി കിടക്കാറുള്ള തൻ്റെ റൂം നീട്ടാക്കി വെച്ചിരിക്കുന്നു. അറിയാതെ ചുമരിലേക്ക് നോട്ടം മാറിയ നൂറിൻ്റെ ശ്വാസഗതിയുടെ വേഗത കൂടി. ചുമരിൽ ഫ്രെയിം ചെയ്തു വെച്ച തൻ്റെയും സെറുവിൻ്റെയും ഫോട്ടോകൾ എവിടെ? പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ ഷെൽഫ് തുറന്നവൻ വസ്ത്രങ്ങളെല്ലാം താഴേക്കിട്ട് അതിൽ സൂക്ഷിച്ചു വെച്ച ബോക്സ് അതിലുണ്ടായി എന്ന് തപ്പി. ആ ബോക്സ് കയ്യിൽ കിട്ടിയതും അവനത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. കുറച്ചു നിമിഷം അതേ നൃത്തം തുടർന്ന് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. തൻ്റെ സെറുവിൻ്റെ ചിത്രം പതിപ്പിച്ച ചുമരിപ്പോൾ ശൂന്യമാണെന്ന് കാണെ അവനിൽ ദേഷ്യവും സങ്കടവും അലതല്ലി. സജാ! നൂറിൻ്റെ ശബ്ദം ആ വീടാകെ അലയടിച്ചു. അവൻ്റെ അലർച്ച പ്രതീക്ഷിച്ച പോലെ റൂമിന് വെളിയിൽ നിന്ന വീട്ടുകാർ പെട്ടെന്ന് തന്നെ അവൻ്റെ മുമ്പിൽ പ്രസൻ്റായി. ആ കൂട്ടത്തിൽ വിറയലോടെ നിൽക്കുന്ന സജയെ കാണെ നൂർ കൈ വീശി അവൾക്കിട്ടൊന്ന് പൊട്ടിച്ചു. നിറ കണ്ണുകളോടെ സജ നൂറിൻ്റെ ഇടത് കൈയിൽ മുറുകെ പിടിച്ച കുഞ്ഞു ബോക്സും തന്നെ അടിച്ച അവൻ്റെ വലത് കൈയും മാറി മാറി നോക്കി. ആരോട് ചോദിച്ചാടി നീ എൻ്റെ റൂം ക്ലീൻ ചെയ്തത്? നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എൻ്റെ കാര്യത്തിൽ നീ ഇടപെടരുത് എന്ന്. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം? എൻ്റെ പിറകെ നടന്ന് എന്നെ ശല്യം ചെയ്യാനല്ല നിനക്കറിയുള്ളൂ, നാശം പിടിക്കാനായി ഓരോന്ന്. നൂറ് ദേഷ്യം കൊണ്ട് പറഞ്ഞത് കേൾക്കെ സജ അറിയാതെ ഒന്ന് പിറകോട്ട് വെച്ചു പോയി. ഒരു നിമിഷത്തേക്ക് ഭൂമി രണ്ടായി പിളർന്നു താഴേക്ക് പോയിരുന്നെങ്കിൽ നമ്മൾ കുറിച്ചു. നിന്നോടാ ചോദിച്ചത്, എവിടെടി എൻ്റെ സെറുവിൻ്റെ ഫോട്ടോസ്? തൻ്റെ വാക്കുകളൊന്നും കേൾക്കാത്ത പോലെ നിൽക്കുന്ന സജയെ നൂറ് പിടിച്ചൊന്ന് കുലുക്കി. ഞാനല്ലേക്ക കണ്ട റൂം വൃത്തിയാക്കിയേ. വിതുമ്പലോടെ വിക്കി പറഞ്ഞവളെ ഒരു നിമിഷം അവൻ നെറ്റി ചൊളിച്ചു നോക്കി. പിന്നെ ആരാ? മമ്മയോ? മമ്മ ഇങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പാ. പിന്നെയുള്ളത് നീയാ. നീ അല്ലാതെ വേറെ ആരും എൻ്റെ റൂമിൽ കയറാൻ ധൈര്യപ്പെടില്ല.